അല്ലയോ ഏകാന്തനായി കഴിയുന്ന സോദര, ഖബറിൽ കിടക്കുന്നതായ സോദര, ഈ ഖബറിന്റെ ഇടുക്കത്തിൽ നിന്ന്, അതിന്റെ ഞെരുക്കത്തിൽ നിന്ന്, അതിന്റെ അദാബിൽ നിന്ന്, അതിന്റെ ചോദ്യോത്തരങ്ങൾ കൃത്യമായി മുൻഗണനക്കീറിന് മറുപടി കൊടുത്തുകൊണ്ട് റാഹത്തായ നിലയിലുള്ള ജീവിതം നിനക്ക് സാധ്യമായാൽ റഹ്മാൻ എന്ന മലക്ക് വന്നുകൊണ്ട് നന്മ തിന്മകൾ രേഖപ്പെടുത്താൻ പറയുമ്പോ ഉമിനീര് വിരൽ മുക്കിക്കൊണ്ട് കഫമുടയിലേക്ക് നന്മകൾ രേഖപ്പെടുത്താൻ നിനക്ക് സാധിച്ചിട്ടുണ്ട് എങ്കിൽ എല്ലാ വലിയ വിപത്തുകളിൽ നിന്നും നീ രക്ഷപ്പെട്ടവനാണ്. ഈ ഖബറിന്റെ ഇടുക്കത്തിൽ നിന്ന്, അതിന്റെ ഞെരുക്കത്തിൽ നിന്ന്, അതിന്റെ അദാബിൽ നിന്ന്, അതിന്റെ ചോദ്യോത്തരങ്ങൾ മുൻകർ നക്കീർ വന്നുകൊണ്ട് ചോദിക്കുമ്പോ എനിക്കറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് വിലപിക്കുന്നവനാണോ റഹ്മാൻ എന്ന മലക്ക് വന്നുകൊണ്ട് നന്മ തിന്മകൾ രേഖപ്പെടുത്താൻ പറയുമ്പോ ഉമിനീര് വിരൽ മുക്കിക്കൊണ്ട് കഫമുടയിലേക്ക് തിന്മകൾ രേഖപ്പെടുത്തിയതായ സഹോദരനാണോ സഹോദരിയാണോ നിന്നെ കുറിച്ച് രക്ഷപ്പെട്ടവനാണെന്ന് പറയാ ഈ ഉസ്മാനിനെ കൊണ്ട് കഴിയൂലയില്ല എന്ന് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. കാരണം ഖബർ നിസാരമല്ല. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതുകൊണ്ടാണ് ലോകത്തോട് പറഞ്ഞത്, സഹാബ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടതിൽ വെച്ച് ഏറ്റവും മോശമായ സ്ഥലം അത് ഖബറാണ്. ആരാണ് പറയുന്നത്? ചെറുപ്പക്കാരാ, ഇസ്രാ മിഅ്റാജ് രാവിൽ പരിശുദ്ധമായപ്പെട്ട സ്വർഗം കണ്ട പ്രവാചകനല്ലയോ? ആ സ്വർഗത്തിന്റെ 8 കവാടങ്ങൾ കണ്ട പ്രവാചകൻ, സ്വർഗത്തിന്റെ ആസ്വാദനങ്ങൾ വ്യക്തമായി നഗ്നനേത്രങ്ങൾ കൊണ്ട് കണ്ട പ്രവാചകൻ, നരകത്തിന്റെ യാതനകൾ കണ്ട പ്രവാചകൻ, ആ നരകത്തിന്റെ 4 കാലുകൾ, 30,000 തലകൾ, ഓരോ തലകളിലും 30,000 വായകൾ, 2 ചുണ്ടുകൾ, മുകളിലത്തെ ചുണ്ടിൽ തന്നെ ആയിരക്കണക്കിന് ചങ്ങലകൾ, 70,000 കടിഞ്ഞാണുകൾ, ഓരോ കടിഞ്ഞാണുകളിലും 70,000 മലക്കുകൾ വീതം, എല്ലാം വ്യക്തമായി കണ്ട പ്രവാചകനെ പറയുകയാണ്, ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടതിൽ വെച്ച് ഏറ്റവും മോശമായ സ്ഥലം അത് ഖബറാണ് എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. നരകം കണ്ണുകൊണ്ട് കണ്ട പ്രവാചകനെ പറയുകയാണ്, 3000 വർഷം നിരന്തരമായി കത്തിച്ച നരകം, അതേ 1000 വർഷം കത്തിച്ചിട്ട് അതിന്റെ നിറം വല്ലാതെ ചുവന്നു പോയി സ്വഹാബ. വീണ്ടും 1000 കൊല്ലം കൂടി അല്ലാഹു നരകത്തെ കത്തിക്കുകയാണ്. ആ നരകത്തിന്റെ നിറം വല്ലാതെ വെളുത്തുപോയി സ്വഹാബ. അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിന്റെ കത്തിക്കൽ നിർത്തുന്നില്ല. 2000 വർഷം രാവും പകലും നിരന്തരമായി കത്തിച്ചതായ നരകം, ആ നരകത്തിന്റെ നിറം വല്ലാതെ വെളുത്തു പോയിട്ട് പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല കത്തിക്കൽ നിർത്തുന്നില്ല. വീണ്ടും 1000 കൊല്ലം കൂടി നരകത്തെ കത്തിക്കുകയാണ്. നരകത്തിന്റെ സൃഷ്ടിപ്പിനെ പറ്റി റസൂലുള്ളാഹി സ്വഹാബത്തിനോട് വാചാലനാവുകയാണ്. 3000 വർഷം നിരന്തരമായി രാവും പകലും അല്ലാഹു നരകത്തെ കത്തിക്കുകയാണ്. ആ നരകത്തിൻ്റെതാകുന്ന ചൂട് വല്ലാതെ കൂടുകയാ. അത് വല്ലാതെ കറുത്തു പോയി സ്വഹാബ. വഹിയ സൗദാഉൻ മുള്ളിമാ, ഇരുൾ മുറ്റിയതാകുന്ന കറുകറുത്തതായ നരകമായി, അതികഠിനമായ ചൂടുള്ള നരകമായി ആ നരകത്തെ അല്ലാഹു മാറ്റിയെടുത്തു എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. അർളുഹാ മിന റസാസ് وسقفها من نحاس وحيطانها من كبريت. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ് സ്വഹാബ, ആ നരകത്തിന്റെ താഴ്ഭാഗം ഈയമാണ്. വസഖഫുഹാ മിൻ നുഹാസ്, നരകത്തിന്റെ മുകൾ ഭാഗം ചെമ്പാണ്. അതികഠിനമായ ചൂടായിരിക്കുമല്ലോ. ഈ ദുനിയാവിൽ ചൂടുള്ളതാകുന്ന പകലിൽ പോലും വേണ്ട രാത്രിയിൽ പോലും കോൺക്രീറ്റ് സൗധങ്ങളിൽ കറങ്ങുറങ്ങുന്ന സഹോദര, ഫാനിലൂടെ അരിച്ചിറങ്ങുന്ന ചൂട് കാരണമായി ഉറങ്ങാൻ പറ്റാതെ AC വാങ്ങി വീട്ടിനുള്ളിൽ
ഉള്ളിൽ ഫീറ്റ് ചെയ്തുകൊണ്ട് സുഖമാനായി കടക്കുന്നതായ ചെറുപ്പക്കാരെ അറിയണേ. കള്ളു കുടിക്കുന്നവരെ, വ്യഭിചരിക്കുന്നവരെ, സ്വന്തം ഭർത്താവ് അറിയാതെ കാമുകനുമായി രഹസ്യമായി ഭാഷണം നടത്തുന്ന സഹോദരി, ഭർത്താവ് അറബ് ലോകത്ത് ചാട്ടവാറടി കൊണ്ട് മരുഭൂമിയിൽ പൊരുവയലത്ത് നിനക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി അന്നം തേടുമ്പോ ആ ഭർത്താവിനെ മറന്നുകൊണ്ട് കാമുകനുമായി രഹസ്യമായി ചാറ്റിംഗ് നടത്തുകയും അവനുമായി ശരീരം ഇഴുകിച്ചേർക്കാൻ താല്പര്യം വെക്കുകയും ചെയ്യുന്ന മുസ്ലിമത്തായ പെണ്ണെ, 4-5 പ്രസവിച്ച സഹോദരി, 40കാരിയായ സഹോദരി, നീ പഠിച്ചു വെക്കേണ്ട പാഠമാണ്. നരകത്തെ കുറിച്ച് റസൂലുള്ള വാചാരനാവുകയാണ്. നരകത്തിന്റെ താഴ്ഭാഗം ഈയമാണ്. വസഖ്ഫുഹാ മിൻ നുഹാസ്, നരകത്തിന്റെ മുകൾ ഭാഗം ചെമ്പിനാലാണ് പടക്കപ്പെട്ടത്. മിൻ കിബിരീത്, നരകത്തിന്റെ ചുറ്റുഭാഗം മുഴുവനും ഗന്ധകമാണ്, അതികഠിനമായ ചൂടാണ്. അല്ലാഹുവിന്റെ റസൂൽ സ്വഹാബത്തിനോട് പറയുകയാണ്, വലൗ ജുമിയ ഹതബുദ് ദുനിയാ കുല്ലിഹാ ലകാനൽ ജുസ്ഉൽ വാഹിദു മിൻ ജസാഇ ജഹന്നമ. ലോകത്തുള്ള മുഴുവൻ വൃക്ഷലതാദികളും മുഴുവൻ സസ്യലതാദികളും ഒരുമിച്ചിട്ടുകൊണ്ട് കത്തിച്ചാലും ലകാനൽ ജുസ്ഉൽ വാഹിദു മിൻ ജസാഇ ജഹന്നമ, ജഹന്നമാകുന്ന നരകത്തിലേക്ക് ചേർത്ത് നോക്കിയിട്ട് അത് ചെറുതാണ്, 100-1 ഭാഗം മാത്രമാണ്. സാബ, എന്താണ് പ്രവാചകൻ പറഞ്ഞത്? ഒന്നുകൂടി ഒമാനൂരുള്ള ചെറുപ്പക്കാര് ഒന്ന് സാഗൂതം, ഒന്ന് ശ്രദ്ധ കൊടുക്കണേ. റസൂലുള്ളാഹിയുടെ ഹദീസാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, വലൗ ജുമിയ ഹതബുദ് ദുനിയാ കുല്ലിഹാ, ലോകത്തുള്ള മുഴുവൻ വൃക്ഷലതാദികളും, കേരളം മലപ്പുറം ജില്ലയിലെ മാത്രമല്ല, തൊട്ടടുത്ത കോഴിക്കോട് ജില്ലയിലെ വൃക്ഷലതാദികൾ മാത്രമല്ല, നിലമ്പൂര് തേക്കുകാടുകളിലുള്ള വൃക്ഷലതാദികൾ മാത്രമല്ല, കേരളം എന്ന കൊച്ചു സംസ്ഥാനത്തിലെ വൃക്ഷലതാദികൾ മാത്രമല്ല, ഇന്ത്യ എന്ന ജനാധിപത്യ രാജ്യത്തിലെ മുഴുവൻ വൃക്ഷലതാദികൾ മാത്രമല്ല, ലോകത്തുള്ളതാകുന്ന സർവ്വവൃക്ഷലതാദികളും സസ്യലതാദികളും ഒരുമിച്ചിട്ടുകൊണ്ട് കത്തിച്ചാലും ലകാനൽ ജുസ്ഉൽ വാഹിദു മിൻ ജസാഇ ജഹന്നമ, ജഹന്നം എന്ന നരകത്തിലേക്ക് ചേർത്ത് നോക്കിയിട്ട് അത് ചെറുതാണ്. എന്താണ് നരകം? ചിന്തിക്കും. അല്ലാഹു നമ്മളെ കാക്കട്ടെ, അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ചുമ്മാതല്ലല്ലോ എല്ലാ വെള്ളിയാഴ്ചയും നമ്മൾ കേൾക്കാറുണ്ടല്ലോ. എല്ലാ വെള്ളിയാഴ്ചയും നമ്മൾ കേൾക്കാറുണ്ട്. എന്ത്? അല്ലാഹുമ്മ അജ്ർനാ മിനന്നാർ, അല്ലാഹുമ്മ അജ്ർനാ മിനന്നാർ. എല്ലാ ജുമയ്ക്കും അല്ലേ, അല്ലാഹു നരകത്തെ തൊട്ട് ഞങ്ങളെ നീ കാക്കണേ അല്ലാ. ഇമാം മിമ്പറിൽ വെച്ച് ദുആയിരക്ക, ചെറിയ കാര്യമല്ലാണ്. 3 പ്രാവശ്യം ആവർത്തിക്കുന്ന പ്രാർത്ഥന അത് മാത്രമാണ്. അല്ലാഹുമ്മ അജ്ർനാ മിനന്നാർ, നരകത്തെ തൊട്ട് ഞങ്ങളെ നീ കാക്കണേ അല്ലാ, നരകത്തെ തൊട്ട് കാക്കണേ അല്ലാ. 3 പ്രാവശ്യം, വേറെ ഒന്നുമില്ല. വേറൊരു കാര്യവും 3 വട്ടം ചോദിക്കുന്നില്ല. ആകെ മിമ്പറിൽ വെള്ളിയാഴ്ച ഹ്രസ്വമാകുന്ന ഖുതുബയാകട്ടെ, വലുതാകട്ടെ, ഖസീറാകട്ടെ, വലുതാകട്ടെ, ഏതായിക്കോട്ടെ, എല്ലാത്തിനകത്തുണ്ടാവും അല്ലാഹുമ്മ അജ്ർനാ മിനന്നാർ, അല്ലാഹു നരകത്തെ തൊട്ട് ഞങ്ങളെ നീ കാക്കണേ അല്ലാ. അത്രമേൽ പ്രധാനമാണത്, ചെറിയ കാര്യമല്ല. നരകം വലിയ ഭീകരമാണ്. 2 വിറകുള്ളികൾ ചേർത്ത് വെച്ചുകൊണ്ട് കത്തിക്കുന്നതായിട്ട് നരകത്തെ നീ കാണരുതേ, നീ അങ്ങനെ മനസ്സിലാക്കരുത്. നീ കരുതിയതുപോലെയല്ല. ലോകത്തുള്ള മുഴുവൻ മരങ്ങളും സസ്യലതാദികളും വൃക്ഷലതാദികളും എല്ലാം കൂടി ഒരുമിച്ചിട്ടുകൊണ്ട് കഷ്ണമാക്കി മുറിച്ചിട്ടുകൊണ്ട് എല്ലാം കൂടി കത്തിച്ചാലും ലകാനൽ ജുസ്ഉൽ വാഹിദു മിൻ അജ്സാഇ ജഹന്നം, അതൊക്കെ ഒന്നേ ഉള്ളൂ. ബാക്കി 99 നീ കരുതിയതിനപ്പുറമാണ്. ഹബീബ് റസൂലുള്ളാഹി എന്താണ് പറഞ്ഞത്? ആ ഒരൊറ്റ ഹദീസ് മതി നരകത്തിൻ്റെതാകുന്ന വലിപ്പം മനസ്സിലാക്കാൻ. നരകം എന്ന് പറഞ്ഞാൽ നിസ്സാരമല്ല എന്ന് മനസ്സിലാക്കാൻ. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാവട്ടെ. ചെറിയ കാര്യമല്ല. നബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സ്വഹാബികൾ വന്നുകൊണ്ട് ചോദിക്കുകയാണ്, നബിയേ നരകത്തിനെ കുറിച്ച് ഞങ്ങൾക്കൊന്ന് പറയണേ റസൂലേ.
അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിന് പറഞ്ഞു കൊടുക്കുകയാണ്, വല്ലദീ ബഅസനി ബിൽ ഹഖി നബിയാ, സത്യത്തിന്റെ ദൂതനായി എന്നെ നിയോഗിച്ചതായ അല്ലാഹുവിനെ തന്നെയാണ് സത്യം. സ്വഹാബ, ലൗ അന്ന സൗബൻ മിൻ സിയാബി അഹ്ലിന്നാർ ലൗ ഉല്ലിഖ ബൈന السماء والأرض لمات جميع الأرض من نتنها أو من حرها. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നരകത്തിലേക്ക് കടക്കുന്നതായ സഹോദരന്റെ ശരീരത്തിലേക്ക് അല്ലാഹു ഇട്ടുകൊടുക്കുന്നതായ വസ്ത്രം, ആ വസ്ത്രമെങ്ങാണം ആകാശഭൂമികളിൽ എവിടെയെങ്ങാണം ഒന്ന് ഉടക്കിയിട്ട് കഴിഞ്ഞാൽ അത് ധരിക്കണ്ട. എവിടെയെങ്കിലും ആകാശഭൂമികളിൽ എവിടെയെങ്കിലും ഒന്ന് ആയെങ്കിലും കൊളുത്തിയിട്ടാൽ മതി. എവിടെയെങ്കിലും ഒന്ന് ഇട്ടു, ഏതെങ്കിലും ഒരു മരച്ചില്ലയിലിട്ടു, അല്ലെങ്കിൽ ഏതെങ്കിലും ഭാഗത്തൊന്നും ബന്ധിപ്പിച്ചു. لو علق بين السماء والأرض لمات جميع الأرض من نتنها أو من حرها. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, സ്വഹാബ, ഭൂമിയിലുള്ള സർവ്വ മനുഷ്യരും അതിന്റെ ദുർഗന്ധം കാരണമായിട്ടോ അതിൽ നടിച്ചു വീഴ്ചുന്ന ചൂട് കാരണമായിട്ടോ സർവരും മരിച്ചു വീഴുമേ എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. അത്ര ചൂടാണ്. അപ്പൊ ധരിപ്പിച്ചാൽ എന്തായിരിക്കും? അല്ലാഹു നമ്മളെ കാക്കട്ടെ.